വർധനം. ഈ അടുത്ത കാലത്തായി തെരുവുപട്ടികളുടെ ആക്രമണം മൂലം വാഹനങ്ങളെ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും അക്കാരണത്താൽ മരിച്ചു പോവുകയും ചെയ്യുന്ന മനുഷ്യജീവിതത്തിന്റെ കഥ. അങ്ങനെ കുറച്ചു കഥയാണ് ഞാൻ ഇന്നിവിടെ മോണോ ആക്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മീനുട്ടി മീനുട്ടി നീ എവിടെ പോയിരിക്കാ കുട്ടി? ശാന്തേച്ചി മീനുട്ടുണ്ടോ അവിടെ? നീ വിഷമിക്കേണ്ട രേണു, അവള് ഇവിടെ അമ്മൂനെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. ഹല്ല രേണു, നീ കുളിമുറിയിൽ തെന്നി വീണെന്ന് മീനുട്ടി പറഞ്ഞു. കാലിന് പെണ്ണിനുണ്ട്. ഹോസ്പിറ്റലിലാ പോയിരുന്നു ശാന്തിച്ചി. നല്ല നീരുണ്ട്. അധികം ദൂരം നടക്കണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. മോളെ മീനുട്ടി ഒന്ന് വേഗം മായോട്ടോ. അമ്മേ ഞാൻ ഇപ്പൊ വരാം. അമ്മൂച്ചി കണ്ടുകൊണ്ട് കണ്ട് ഞാൻ ഓടി വന്നതാ. മേനോട്ടി മേനോട്ടി അമ്മേടെ അച്ഛൻ വന്നു. അച്ഛൻ ഇന്ന് നേരത്തെയാ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ? നീ അമ്മയെ സഹായിച്ചോ മീനുട്ടി? പാത്രം കഴുകാനും അടിച്ചു വാരാനും ഒക്കെ സഹായിച്ചു. ഇനി ഞാൻ വലുതാകുമ്പോ ഒരു ഡോക്ടറായി എല്ലാവരെയും സഹായിക്കും. മിടിക്ക് പൊട്ടി അച്ഛന്റെ പൊന്നു മുട്ടാന്നെ. നാളെ മോളെ സ്കൂളിലേക്ക് അയക്കുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാവും. ഈ കാലം വെച്ചിട്ട് എങ്ങനെ ഞാൻ എന്റെ കുട്ടീനെ സ്കൂളിലേക്ക് ഇടാം? നാട്ടിലെങ്ങും തെരുവുപട്ടികളാക്കണം. സ്കൂളിലേക്ക് എങ്ങനെ ഞാൻ എന്റെ കുട്ടീനെ വിടാം? നീ വിഷമിക്കേണ്ട രേണു, അവൾ അമ്മുക്കുട്ടിയില്ലേ നമ്മളുടെ മോളുടെ കൂടെ, അവിടെ നോക്കിക്കോളും നമ്മുടെ മോളെ. നീ വിഷമിക്കേണ്ട കേട്ടോ. അമ്മേനെ അമ്മച്ചിച്ച് വന്നു. ഞങ്ങൾ ഇപ്പൊ വരാട്ടോ സ്കൂളിൽ പോയിട്ട്. ശരി മക്കളെ. മോളെ അമ്മുക്കുട്ടി ശ്രദ്ധിച്ചു പോണേ മോളെ. അമ്മു ചേച്ചി പട്ടികളുടെ കൊപ്പര വരുന്നു. അമ്മു ചേച്ചി എനിക്ക് പേടിയാവണം. അമ്മു ചേച്ചി പേടിക്കേണ്ട മീനുട്ടി. അമ്മുക്കുട്ടിയിലെ കുട്ടീന് പട്ടികൾ ഓടി വന്നാ നമുക്കിത് വീട്ടിൽ കളിക്കാൻ കേട്ടോ. മോളെ മീനുട്ടി നീ പറഞ്ഞത് ശരിയാ മോളെ. പട്ടികളെ നമ്മൾ നടന്നു വരണം. ഓടിക്കോ മോളെ ഓടിക്കോ. മോളെ മീനുട്ടി എഴുന്നേക്ക് മോളെ. ആരെങ്കിലും എന്റെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണേ. എന്റെ മോൾക്ക് എന്താ പറ്റിയ ഡോക്ടറെ? തെരുവ് നായ്ക്കൾ എന്റെ മോളെ വലിച്ചറിയില്ല. ഈശ്വരാ നിങ്ങൾ വിഷമിക്കാതിരി. കുട്ടിയെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മുഖത്താണ് ഏറ്റവും കൂടുതൽ കടിയേറ്റിട്ടുള്ളത്. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. മോളെ മീനുട്ടി എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട പാൽക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. മോൾക്ക് പനിയുള്ളതല്ലേ, എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. അമ്മേ എനിക്കൊന്നും വേണ്ട അമ്മേ. കഞ്ഞി പോയിട്ട് പോലും എനിക്കിറക്കാൻ പറ്റുന്നില്ല അമ്മേ. ദാഹിച്ചിട്ട് വയ്യ. വെള്ളം കാണുമ്പോ എനിക്ക് പേടിയാവണമേ. ഞാൻ മരിച്ചു പോകണ്ടമ്മേ. അയ്യോ അങ്ങനെ പറയല്ലേ മോളെ. എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ. നമ്മളെ വിട്ടു പോയി. ഞാൻ ഇതെങ്ങനെ സാധിക്കും? 15 വർഷത്തിന് ശേഷം കിട്ടിയ നിധിയാണവൾ. നമ്മുടെ ഏക പ്രതീക്ഷ അവളായിരുന്നില്ലേ ബാലേട്ട? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എല്ലാം തകർന്നില്ലേ മീനുട്ടി? ഇഞ്ചക്ഷൻ എടുത്തിട്ടും എന്താ എന്റെ മോൾ എനിക്ക് നഷ്ടമായത് ഡോക്ടറെ. പേൻ പിടിച്ച നായകളുടെ കടി തലയ്ക്ക് മുകളിലേറ്റാൽ വൈറസുകൾ പെട്ടെന്ന് ചോറിലെത്തും. ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ചിലപ്പോൾ നമ്മൾ നിസ്സാരാകും.